ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ ആണ് കേട്ടോ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മളൊരു ഫോർക്കോ സ്റ്റിക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്ന സമയത്ത് നല്ല പോലെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കൂടുതലായിട്ട് വെന്ത് ഉടഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുമ്പം ഈ ഒരു ഉരുളൻകിഴങ്ങിൽ വെള്ളത്തിൻ്റെ അംശം കുറവായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളൊരു അരിപ്പയിലിട്ടുകൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഉരുളൻകിഴങ്ങ് നല്ല പോലെ തന്നെ ഒന്നെങ്കിൽ സ്മാഷർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടോ നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല പോലെ തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാത്രം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഓപ്ഷണലാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് അര കപ്പോളം കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പം ഈ ഒരു പൊടിയുടെ അളവ് നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായി കഴിഞ്ഞാൽ പൊടിയുടെ അളവും അതിനനുസരിച്ച് കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കട്ടിംഗ് ബോർഡിൽ കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ആക്കി കൊടുക്കുക. താഴെ നിങ്ങളെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക കേട്ടോ. നല്ല പോലെ തന്നെ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ തണുപ്പിച്ചെടുക്കുക. ഇങ്ങനെ തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടാതെ കിട്ടാൻ സഹായിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, നല്ല പോലെ തന്നെ സെറ്റായിട്ട് കിട്ടും. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം എടുത്ത് നോക്കിയിട്ട് നമ്മളത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതങ്ങനെ എടുക്കുമ്പോൾ നല്ല പോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പൊട്ടാതെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാതും ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സും ഒറിഗാനൊക്കെ ഇട്ട് കൊടുത്താൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഡീപ്പ് ഫ്രൈ ആണ് ആക്കിയെടുക്കുന്നത്. ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അങ്ങനെ അതിന് ഇട്ട് കൊടുക്കുമ്പം നമ്മളത് ഇളക്കി കൊടുക്കാനൊന്നും നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് തന്നെ ഈ ഒരു പൊട്ടാറ്റോ മുകളിലോട്ട് പൊങ്ങി വരും കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലൊരു ഗോൾഡ് കളറാവുമ്പം ഒന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ അത് ഇത്രയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ചൂടാറും തോറും ഇതിൻ്റെ ക്രിസ്പിനെസ് പോവും. അതുകൊണ്ടാണ്. പിന്നെ ഇത് നല്ല കെച്ചപ്പിലൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഇഷ്ടമാവും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.